ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാട്ടോ. പോകുന്ന വഴി എന്തായാലും ഒരു വ്ളോഗും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ വാംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഈന്തപ്പന അതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഈ ഫ്ലവേഴ്സ് അതെൻ്റെ വീക്ക്നെസ്സാണ്. എപ്പോഴെ കണ്ടാലും ഞാൻ കമന്നടിച്ച് വീഴും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുട്ടി കുട്ടി ഷോർട്സൊക്കെ ആളെ കൊണ്ട് ഇടിപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ബൊഗെയിൻവില്ല അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വന്നത്. ആൾ എവിടെ കണ്ടാലും ഒരു തലടിച്ച് മാറ്റിക്കൊണ്ടുപോകും. ഏട്ടനാണെങ്കിൽ കുറച്ച് ബിസിയാണ്, ഓഫീസിലത്തെ കാര്യങ്ങളും കോളിങ്ങും മെസ്സേജൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ എന്നെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് വീഡിയോയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്ത് വിളിച്ച് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിന്ന് പോകുന്നത് സൽമാനിയുടെ അടുത്ത് തന്നെ ലാൻഡ്ലെസ് ഗാർഡനിലേക്കാണ്. അതൊരു ചെറിയ പാർക്കാണ് കേട്ടോ. ഈവനിങ് ടൈം പിള്ളേർ കളിക്കാനും വർക്കൗട്ട് യോഗ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വരുന്നൊരു ചെറിയ പാർക്ക്. ഈ ലാൻഡ്ലെസ് ഗാർഡൻ തന്നെ റോഡിൻ്റെ 2 സൈഡായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഓവർ ബ്രിഡ്ജ് കയറി ഓപ്പോസിറ്റ് സൈഡ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഗാർഡൻ്റെ തന്നെ വേറൊരു പോർഷനും കൂടെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഓവർ ബ്രിഡ്ജ് കയറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഏട്ടൻ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എത്തിയപ്പോൾ ഇതേപോലെ കുറേ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച നമ്മളെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് ബ്രിഡ്ജ് കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വന്നേ. അവിടെ നിന്ന് ഇതേപോലെ റൂമിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വരികയാണേ.